നാട്ടികയിൽ ഓരുജലത്തിലെ മത്സ്യക്കൂട് കൃഷിയിൽ 100 മേനി കൊയ്ത് പണിക്കപ്പറമ്പിൽ സുരേഷ് ബാബു. മത്സ്യ കർഷകർക്ക് കൈത്താങ്ങാകാൻ സംസ്ഥാന ഫിഷറീസ് വകുപ്പും കേന്ദ്ര സർക്കാരും സംയുക്തമായി നടത്തുന്ന പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന എന്ന പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച നാട്ടിക കനോലി കനാലിലെ ഓരുജല മത്സ്യക്കൂടുകളിൽ നിന്നും 100 മേനി മത്സ്യം കൊയ്ത് പണിക്കപ്പറമ്പിൽ സുരേഷ് ബാബു എന്ന മത്സ്യ കർഷകൻ. മത്സ്യവിളവെടുപ്പ് ഉത്സവത്തിന്റെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് നിർവഹിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ CS മണികണ്ഠൻ സംസാരിച്ചു. നാട്ടിക ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജ് പദ്ധതിയുടെ വിശദീകരണം നടത്തി. നാട്ടിക കനോലി കനാലിൽ ചെമ്മാപ്പള്ളി തൂക്കുപാലത്തിന് സമീപമാണ് ഈ മത്സ്യക്കൂടുകൾ. ഈ പദ്ധതിയുടെ ആകെ ചെലവ് 3 ലക്ഷം രൂപയാണ്. ഇതിൽ 40% സബ്സിഡിയായി ലഭിക്കുന്നത്. നാട്ടിക മത്സ്യഭവൻ ഈ പദ്ധതിയിലൂടെ മത്സ്യകൃഷിക്കും വിപണനത്തിനുമായി 86 ലക്ഷം രൂപയാണ് കഴിഞ്ഞ 5 വർഷം ചെലവഴിച്ചത്. ട്രോളിംഗ് നിരോധനവും പ്രതികൂല മൺസൂൺ കാലാവസ്ഥയും മൂലം കടൽ മത്സ്യങ്ങളുടെ ലഭ്യത വളരെ അധികം കുറഞ്ഞ സാഹചര്യത്തെ മറികടക്കാൻ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് സംസ്ഥാനത്തെ എല്ലാ മത്സ്യകർഷകരെയും ഏകോപിപ്പിച്ചുകൊണ്ട് കൃഷി ചെയ്ത നാടൻ മത്സ്യങ്ങളുടെ യഥാസമയത്തെ ലഭ്യത ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ദൗർലഭ്യം മത്സ്യ രംഗത്ത് ഉണ്ടായ സമയത്ത് ഇങ്ങനെ ഈ പുഴയിലെ വെള്ളമൊക്കെ ഉപയോഗിച്ച് മത്സ്യങ്ങളെ വളർത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ഏതായാലും വളരെ പ്രോത്സാഹജനകമായ ഒരു കാര്യമാണ്. അത് ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 കിലോ 15 കിലോ ഉണ്ടാവും ഇന്ന് പിടിച്ച്. ഇതിനു മുമ്പും ഇതിൽ നിന്ന് പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു.